ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇതെന്റെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഒരു ബിഗിനറിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. ടോപ്പിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ടോപ്പ് ചെയ്യേണ്ട എല്ലാ സ്റ്റെപ്പും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പൊ നമുക്ക് ഈ ടോപ്പ് എങ്ങനെ ചെയ്യാന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടുക. അതിനുശേഷം ഒരു 82 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ടോട്ടൽ 82 ചെയിൻ സ്റ്റിച്ച് ആണ് വേണ്ടത്. ഞാനൊരു 82 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ടേണിംഗ് സ്റ്റിച്ച് ആയിട്ട് ഒരു 4 സ്റ്റിച്ചും കൂടെ എക്സ്ട്രാ ചെയ്യുക. 1 2 3 4. ഇനി ആറാമത്തെ സ്റ്റിച്ചിലേക്ക് ആദ്യത്തെ ഡബിൾ ക്രോഷേ ചെയ്യാം. അതിനുശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യാം. ഇങ്ങനെ വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, അടുത്തതിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഈ 82 ചെയിൻസിലും ചെയ്യട്ടോ. നമ്മൾ ഫസ്റ്റ് റോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളൊരു 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, ടേണിംഗ് സ്റ്റിച്ച് ആയിട്ട് കേട്ടോ, അടുത്ത റോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ വർക്ക് തിരിച്ചു പിടിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത് ഇതാ, ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഈ സ്റ്റിച്ചിലേക്ക് കേട്ടോ. വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, അടുത്ത സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ റോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഈ റോയ്ക്ക് ശേഷം വീണ്ടും 4 ചെയിൻ സ്റ്റിച്ച് ഇടുക, വർക്ക് ടേൺ ചെയ്യുക, ഇതേപോലെ തന്നെ ഡബിൾ ക്രോഷേ ചെയ്യുക. നമ്മളിങ്ങനെ 11 റോസ് ചെയ്യുക. അതിനുശേഷം 11ാമത്തെ റോ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ. അതിനുശേഷം നമ്മൾ പ്രൊജക്റ്റ് മറിച്ച് പിടിക്കുക. എന്നിട്ട് ഇതാ ഈ സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹുക്കിൽ ഇങ്ങനെ ഒരു 3 ലൂപ്പ് ഉണ്ടാവും. ഈ 3 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ യാൺ ഓവർ ചെയ്യുക. കണ്ടോ? അതിനുശേഷം ഈ ഗ്യാപ്പിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ കേട്ടോ. ഈ 3 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ വേണം യാൺ ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത് ഈ ഡബിൾ ക്രോഷയിലേക്കാണ്. യാൺ ഓവർ ചെയ്യുക ഈ സ്റ്റിച്ചിലേക്ക്. നെക്സ്റ്റ് ചെയ്യേണ്ട ഈ ഗ്യാപ്പിലേക്കാണ്. കണ്ടോ? ഇനി ഈ ഡബിൾ ക്രോഷയിലേക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ റോ കംപ്ലീറ്റ് ആവുന്നവരെ ചെയ്യട്ടോ. ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഞാനിത് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം. എൻഡിങ്ങിൽ നമ്മൾ ഈ സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഇവിടുന്ന് 2 സ്റ്റിച്ച് വിട്ടിട്ടുള്ള 3ാമത്തെ സ്റ്റിച്ചിലേക്ക് കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരു 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് പ്രൊജക്റ്റ് തിരിച്ചു പിടിക്കുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. പിന്നെ ഈ കാണുന്ന ഓരോ സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. അങ്ങനെ നമ്മുടെ ബസ്റ്റിന്റെ ഏരിയ കവർ ആവുന്നവരെ നമ്മൾ ഈ ഹാഫ് ഡബിൾ ക്രോഷേ കണ്ടിന്യൂ ചെയ്ത് പോവാട്ടോ. ഈ സ്റ്റിച്ചിലേക്ക് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം. എങ്ങനെയാ ബസ്റ്റിന്റെ ഏരിയ കവർ ചെയ്യുന്ന ആ ഒരു ഏരിയ വരെ എങ്ങനെയാന്നുള്ളത് കാണിച്ചു കേട്ടോ. അപ്പം ഇങ്ങനെ ഈ എൻഡ് വരെ ചെയ്യുക. അതിനുശേഷം 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് പ്രൊജക്റ്റ് തിരിച്ചു പിടിച്ച് പിന്നെയും ഹാഫ് ഡബിൾ ക്രോഷേ കണ്ടിന്യൂ ചെയ്ത് ചെയ്യാട്ടോ. ഇതുപോലെ ഈ ബസ്റ്റിന്റെ ഏരിയ കവർ ചെയ്യുന്ന പോലെ ആട്ടോ ചെയ്തെടുക്കേണ്ടത്. എനിക്ക് ഈ ഹാഫ് ഡബിൾ ക്രോഷ 13 സെന്റിമീറ്റർ ആട്ടോ സ്റ്റിച്ച് വന്നിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഈ ഡബിൾ ക്രോഷയുടേത് സെയിം, രണ്ടും 13 ആണ്.
അതിനുശേഷം ഇവിടെ മുതൽ നമ്മൾ ഒരു 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വർക്ക് തിരിച്ച് പിടിക്കുക. ഈ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. നമ്മുടെ ആദ്യത്തെ മെഷ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ റോന്റെ എൻഡ് വരെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് അത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡബിൾ ക്രോഷേ. അതിനുശേഷം നമ്മളൊരു 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് പ്രൊജക്റ്റ് തിരിച്ച് പിടിക്കുക. ആദ്യം കാണുന്ന ഈ സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. അടുത്ത ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ കേട്ടോ. അങ്ങനെ ഈ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് റോയിലും അതേപോലെ തന്നെ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടോപ്പ് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ചിട്ട് ഈ സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്ത് പോകും കേട്ടോ. ഞാൻ എൻ്റെ ഒരു ലെങ്ത് ആയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളിതാ ഇവിടെ ചെയ്തതുപോലെ തന്നെ ഇവിടേക്കും ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ബാക്ക് വശമാണ്. അപ്പോൾ ബാക്ക് വശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷേ കഴിഞ്ഞിട്ട് താഴത്തേക്ക് വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്രണ്ട് വശമാണ് ചെയ്യാനുള്ളത്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിക്കാം. ഇത് ടോട്ടൽ 20 ചെയിൻ ഉണ്ട്. ഇനി നമ്മൾ ടേണിംഗ് സ്റ്റിച്ച് ആയിട്ട് ഒരു 4 സ്റ്റിച്ചും കൂടെ ചെയ്യാം. 1 2 3 4. അപ്പൊ ഈ ടേണിംഗ് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഈ എടുത്ത ഈ 20ാമത്തെ സ്റ്റിച്ചിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡബിൾ ക്രോഷേ ചെയ്യാൻ കേട്ടോ. ആദ്യത്തെ മെഷ് ഫോം ആയിട്ടുണ്ട്. അതുപോലെ ഒരു 10 എണ്ണമാണ് നമുക്ക് വേണ്ടത്. 1 ഒരു സ്റ്റിച്ച് ഇടുക, ചെയിൻ സ്റ്റിച്ച് ഇടുക, ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, അടുത്തതിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ ഈ 20 സ്റ്റിച്ചിലും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 10 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, 10 ബോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കേണ്ടത് നമ്മുടെ നെക്കിന് നമുക്ക് ഫ്രണ്ട് നെക്കിന് എത്ര ഇറക്കം വേണം എന്നുള്ളത് നോക്കിയിട്ടാട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ 4 റോസ് ആട്ടോ ചെയ്തിട്ടുള്ളത്. ഈ 4 റോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ നെക്കിന് വേണ്ടിയിട്ടുള്ള ലെങ്ത് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ വൈഡ് ആയിട്ടുള്ള കഴുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ 4 റോയ്ക്ക് പകരം 5ഓ 6ഓ റോ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മൾ ചെയിൻ സ്റ്റിച്ച് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇനി എത്ര ചെയിൻ സ്റ്റിച്ച് എടുക്കണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് പോർഷന് വേണ്ടിയിട്ട് ടോട്ടൽ എടുത്തിട്ടുള്ളത് 82 ചെയിൻ ആണ്. പ്ലസ് 4 നമ്മൾ ടേണിംഗ് സ്റ്റിച്ച് ആയിട്ട് ടോട്ടൽ 86 എടുത്തു. ഫ്രണ്ട് പോർഷനിൽ ഈ 4 റോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 24 സ്റ്റിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ടോട്ടൽ 86 സ്റ്റിച്ച് 24 സ്റ്റിച്ച് മൈനസ് ചെയ്താൽ നമുക്ക് 62 സ്റ്റിച്ച് കിട്ടും. പിന്നെ ഞാനൊരു ടേണിംഗ് സ്റ്റിച്ച് ആയിട്ട് ഒരു 3 കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ 65 സ്റ്റിച്ചാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ 65 ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു 65 ചെയിൻ സ്റ്റിച്ച് ചെയ്യാണ്. 1 2 3 4. നമ്മൾ 65 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ടേണിംഗ് സ്റ്റിച്ച് വിട്ടിട്ട് ഡബിൾ ക്രോഷേ ചെയ്യുക. 1 2 3 4 അഞ്ചാമത്തതിലേക്ക് കേട്ടോ. ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, ഒരു സ്റ്റിച്ച് വിടുക, അടുത്തതിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. നമ്മൾ ഇവിടെ വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതാ അതിന്റെ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ഈ സ്റ്റിച്ചിന്റെ മുകളിലേക്കാട്ടോ ചെയ്യേണ്ടത്. ഈ 2 നമ്മൾ ചേർത്തിട്ട് വേണം ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അഗെയിൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക, അടുത്ത ഡബിൾ ക്രോഷേന്റെ മുകളിലേക്ക് ചെയ്യാട്ടോ. ഇവിടെ വരെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് ടോട്ടൽ 41 മെഷ് സ്റ്റിച്ച് കിട്ടും കേട്ടോ.
നമുക്ക് ബാക്ക് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് 41 എണ്ണാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്രണ്ടിലും ചെയ്യാം. ഈ നമ്മൾ എടുക്കുന്ന കൗണ്ടിങ് ശരിയായാൽ മാത്രമേ ഉള്ളൂ ആ മെഷ് സ്റ്റിച്ചിന്റെ എണ്ണം കറക്റ്റ് ആവുള്ളൂ കേട്ടോ. കൗണ്ട് ചെയ്യാനുള്ള രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ചെയ്യാം. നമുക്ക് ഈ രീതിയിലാണ് ചെയ്ത് വരുമ്പോൾ കിട്ടുക. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള റോസ് നമ്മൾ നേരത്തെ പോർഷനിൽ ചെയ്തത്, ബാക്ക് പോർഷനിൽ ചെയ്തത് ടോട്ടൽ 11 റോസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിവിടെ 4 എണ്ണം ചെയ്ത് 5ാമത്തെ റോ ആട്ടോ ഇത്. ഇനി 6, 7, 8, 9 അങ്ങനെ 11 എണ്ണം ചെയ്യാട്ടോ. നമ്മൾ 11 റോസും ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ കിട്ടും കേട്ടോ നമുക്ക്. നമ്മൾ ഈ 4 റോസും ചെയ്തതിന് ശേഷം താഴത്തേക്കുള്ള ബാക്കി 11ലേക്കുള്ള റോസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ വീഡിയോയില്. ഇനി അടുത്തത് നമ്മൾ ബാക്കിലത്തെ പോർഷൻ ചെയ്തതുപോലെ തന്നെ ഈ 11 റോയ്ക്ക് ശേഷമുള്ള അതിന് താഴെ നമ്മൾ ചെയ്തിട്ടുള്ള ഹാഫ് ഡബിൾ ക്രോഷ്യന്റെ പോർഷനും ചെയ്യുക, അതിന്റെ താഴെയുള്ള പോർഷനും ചെയ്യാട്ടോ. നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കേട്ടോ ചെയ്ത് കഴിയുമ്പോൾ വരിക. ഞാനിത് അവിടെ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 10 ബോക്സ് ആയിരുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവിടെയും 10 ബോക്സ് മാർക്ക് ചെയ്തിട്ട് എല്ലാത്തിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം കേട്ടോ. ഇപ്പൊ നമുക്ക് 10 മെഷ് സ്റ്റിച്ച് ആയിട്ടുണ്ട്. ഇതാ നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി 10 എണ്ണമായി കഴിഞ്ഞാൽ 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് പ്രൊജക്റ്റ് തിരിച്ചു പിടിക്കുക. അങ്ങനെ 4 റോസ് ചെയ്യട്ടോ. ഇപ്പൊ ചെയ്തതുപോലെ തന്നെ മുകളിലേക്ക് 4 എണ്ണം ചെയ്യുക. മറ്റേ സൈഡ് എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളിത് കംപ്ലീറ്റ് ആക്കൂട്ടോ. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഇനി നമ്മൾ ഈ 2 ഷോൾഡറുകളാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ആദ്യം തന്നെ ഷോൾഡർ എങ്ങനെയാ ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ, ബാക്ക് വശവും മുൻവശത്തെയും ഷോൾഡറുകൾ തമ്മിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ അറ്റത്ത് നമ്മുടെ യാണ് എന്ത് ചെയ്യുക, ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോ ബോക്സിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. അങ്ങനെ 10 ബോക്സിൽ 20 സിംഗിൾ ക്രോഷ്യ കേട്ടോ വേണ്ടത്. ആദ്യം തന്നെ നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ഇടുക കേട്ടോ, എന്നിട്ട് വേണം സിംഗിൾ ക്രോഷ്യ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ. ഇനി അടുത്ത ബോക്സിലാട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ 10 ബോക്സിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. അപ്പൊ നമ്മുടെ ഷോൾഡർ ജോയിൻ ആവും. ഇതേപോലെ തന്നെ നെക്സ്റ്റ് സൈഡും ചെയ്യാട്ടോ. നമ്മൾ എപ്പോഴും ഡ്രസ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഇടുന്ന വശം തമ്മിലാണ് ജോയിൻ ചെയ്യേണ്ടത്. കാരണം പുറത്തേക്കുള്ള വശത്തേക്ക് ഈ ജോയിൻ ചെയ്യുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതാ ഈ സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതാ ഇങ്ങനെയാട്ടോ കിട്ടുക. പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും ഈ സൈഡും ചെയ്തെടുക്കുക. ഇതാ ഇവിടെ ഇതേപോലെ തന്നെ ജോയിൻ ചെയ്യുക. ഞാൻ ഈ 2 ഷോൾഡറും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കഴിയുന്ന സമയത്ത് നമുക്കിതാ ഇങ്ങനെയായിരിക്കും പ്രൊജക്റ്റ് ഉണ്ടാവുക. 2 ഷോൾഡറും കൂടെ ജോയിൻ ചെയ്താൽ കേട്ടോ ഇതാ ഇതുപോലെ ഉണ്ടാവും ഷോൾഡർ. ഇതിനുശേഷം ഞാൻ ഈ നെക്ക് ലൈനിന് ചുറ്റും 2 തവണയായിട്ട് സിംഗിൾ ക്രോഷ്യേന്റെ 2 റോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ബോർഡർ ആയിട്ട് കേട്ടോ. നമ്മൾ ഈ രണ്ടാമത്തെ സൈഡ് ചെയ്ത ഷോൾഡറിന്റെ ത്രെഡ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, പകരം ആ ത്രെഡ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടാട്ടോ ഈ സിംഗിൾ ക്രോഷ്യേയുടെ ബോർഡർ ചെയ്യുന്നത്. ആദ്യം നമ്മളിതാ ഇങ്ങനെ ഓരോന്നിന്റെ ഉള്ളിലും ഓരോ ബോക്സിന്റെ ഉള്ളിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്ത് കൊടുക്കട്ടോ. അങ്ങനെ ഈ നെക്ക് ലൈന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യുക ഒരു തവണ. അതിനുശേഷം രണ്ടാമത്തെ തവണ ഇതന്നെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ 2 റോസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നമ്മളിതാ ഈ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ സിംഗിൾ ക്രോഷ്യ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ, 2 എണ്ണം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചെയ്യാട്ടോ. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി, അപ്പം ഞാൻ ഒന്നുമില്ല വെച്ച് നിർത്തി. ഇനി നമ്മളിതാ ഈ 2 സൈഡും തമ്മിൽ യോജിപ്പിക്കുകയാണ് വേണ്ടത്, തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. അതാ ഞാനിതാ ഈ പോർഷൻ വരെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, ഇവിടെ മുതൽ കേട്ടോ. ഷോൾഡറിൽ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. ഇവിടെ യാൺ ടൈ ചെയ്യുക. അതിനുശേഷം ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കട്ടോ. ഇതെങ്ങനെ ആദ്യം നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം
ഇവിടെ നമുക്ക് മെഷ് സ്റ്റിച്ച് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ മെഷിൻ്റെ അകത്തും 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. മെഷ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സൈഡ് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നെക്സ്റ്റ് സൈഡും ചെയ്യുക. ഞാൻ അത് ഫുള്ള് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വരുന്നത് കാണിച്ചു തരാം. ഞാൻ ഈ സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആൺ കട്ട് ചെയ്യണ്ട. പകരത ഈ നമ്മുടെ കൈയില്ലേ, കൈയുടെ ആ പോർഷൻ്റെ ചുറ്റിലും ഒരു ലൈൻ പോലെ ഒരു നമ്മൾ നേരത്തെ നെക്കിന് കൊടുത്തതുപോലെ തന്നെ സിംഗിൾ ക്രോഷേ കൊണ്ടൊരു ലൈൻ ചെയ്യട്ടോ. അത് നിർബന്ധമില്ല, ഞാനൊരു വൃത്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇതന്നെ നമ്മൾ നെക്സ്റ്റ് സൈഡിലും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ തമ്മിൽ യോജിപ്പിക്കുക. ആ യാൺ കട്ട് ചെയ്യാതെ ആ യാണ്ട് ത്രെഡ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ കൈക്കുള്ള ലൈനും കൂടെ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുക വീഡിയോ. അപ്പം നമ്മുടെ പ്രൊജക്റ്റ് ഇങ്ങനെയാണ് ലാസ്റ്റ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ആകെ 2 സ്റ്റിച്ചുകൾ മാത്രമാണ് നമ്മൾ ഈ ടോപ്പിൽ ചെയ്തിട്ടുള്ളത്. ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ടോപ്പാണിത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ബേസിക് സ്റ്റിച്ചിന്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അഭിപ്രായം ഒന്ന് പറയൂ, ചെയ്യണോ വേണ്ടേന്നല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.